കേരളം ഭരിക്കുന്നത് UDF സർക്കാരാണ്, ഗുണ്ടകളല്ല. പെരുമ്പാവൂരിൽ പൊതുവേദിയിൽ ആഞ്ഞടിച്ച രമേശ് ചെന്നിത്തല ഉന്നം വെച്ചത് മറ്റാരെയുമല്ല, മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരനെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലിയിൽ ചെന്നിത്തലയെ ആദ്യം പിന്തുണച്ച കെ സുധാകരനെ പൊതുവേദിയിൽ തള്ളിപ്പറഞ്ഞ ചെന്നിത്തല ഒരു കാര്യം കൂടി അടിവരയിടുന്നുണ്ട്. സർക്കാരിന് മുകളിലല്ല പാർട്ടി. യോഗം വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമെന്ന് പറയാതെ പറയുന്നുണ്ട് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെന്ന പേരിൽ കെ സുധാകരൻ MP കൊച്ചിയിൽ യോഗം വിളിച്ചതിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ യോഗം സർക്കാർ പരിപാടിയുടെ ഭാഗമല്ലെന്ന് രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് പെരുമ്പാവൂരിൽ പരസ്യമായി സുധാകരനിട്ട് ചെന്നിത്തല കൊടുത്തത്. ആഭ്യന്തര വകുപ്പ് അങ്ങനെയൊരു യോഗം ചേരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചിരുന്നു. ആരാണ് യോഗം വിളിച്ചതെന്നോ ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നോ അറിയില്ലെന്നും രമേശ് ചെന്നിത്തല അന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് ചെന്നിത്തല കട്ടക്കലിപ്പിലേക്ക് മാറിയത്. ഓപ്പറേഷൻ തൂഫാന്റെ യോഗം വിളിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞു മാത്രമേ തങ്ങൾ യോഗം വിളിക്കാറുള്ളൂ. ആ യോഗം ഓപ്പറേഷൻ തൂഫാന്റെ തലയിൽ കെട്ടിവെക്കേണ്ട. സർക്കാർ പരിപാടിയുടെ ഭാഗമായി അത് എങ്ങനെ മാറുമെന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത നിരവധി ഗുണ്ടകളായിരുന്നു. കൊച്ചിയിൽ നടന്ന യോഗത്തിന് നേതൃത്വം നൽകിയതും കുപ്രസിദ്ധ ഗുണ്ടകളാണ്. കള്ളത്തോക്ക് വിൽപ്പനയ്ക്ക് ശ്രമിച്ച കേസിലെ പ്രതികളടക്കം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. AKG സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാനും യോഗത്തിൽ പങ്കെടുത്തതാണ്. ചെന്നിത്തലയുടെ പ്രസംഗത്തിന്റെ വീഡിയോ കാണാം. കാസർഗോഡ് മിഠായികൾ ക്ലീൻ കമ്പനി എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചൊരു കമ്പനി പ്രവർത്തിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ക്ലീൻ ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവിടെ മയക്കുമരുന്ന് മിഠായികൾ ഉണ്ടാക്കുകയാണ്. പോലീസ് പിടിച്ചപ്പോൾ ആയിരക്കണക്കിന് മിഠായികളാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവിടെ നിർമ്മിച്ചത്. അത് മുഴുവൻ പോലീസ് പിടിച്ചെടുത്തു, അവരെ ജയിലിനകത്താക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടെ നിൽക്കുന്നു. ഒരു രണ്ടാനച്ഛൻ താമരശ്ശേരിയിൽ ഒരു കുട്ടി കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, വാട്ടർ ബോട്ടിലകത്ത് ലഹരി ഒഴിച്ചു കൊടുക്കുകയാണ്, മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കുട്ടി അത് കുടിച്ച് ഛർദ്ദിച്ച് ആശുപത്രിയിൽ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലഹരി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന, വിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഊരിപ്പോകുന്നു എന്നത് ബഹുമാനായ MLA ഇവിടെ പറഞ്ഞു. അത് NDPS ആക്ടിൻ്റെ ഒരു പോരായ്മയാണ്. ഞാൻ ബെന്നി ബെഹനാനോട് പറയാം, അദ്ദേഹം പാർലമെൻറ്റ് 20-ാം തീയതി തുടങ്ങും. NDPS ആക്ട് കേന്ദ്ര ആക്ടാണ്. അതിനകത്ത് മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഈ ആളുകൾ, കാരണം ഇതെല്ലാം ചെറിയ പൊതിയാക്കിയാൽ അവർക്ക് പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യം കിട്ടും. അതൊരു അപാകതയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഈ കാര്യം ഉന്നയിക്കാമെന്ന് ശ്രീ ബെന്നി ബെഹനാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഗുണ്ടകളല്ല, സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ചിലർക്ക് ധാരണയുണ്ട് ഗുണ്ടകളാണ് ഭരിക്കുന്നത്. ഒരിക്കലുമല്ല. ഗുണ്ടകളെ, സാമൂഹ്യ വിരുദ്ധന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ജനവോട്ടും പ്രതീക്ഷയും നൽകിയ സർക്കാർ മാഫിയയ്ക്കല്ല ഭരിക്കാനുള്ള മാൻഡേറ്റ് നൽകിയിട്ടുള്ളത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് വ്യവസായം കൂടുതൽ ഉണരണം. ലഹരിയുടെ മണം വ്യാപാരത്തെ ഒരിക്കലും തളർത്താൻ പാടില്ല. ആ ലഹരിയാണ് ഞങ്ങൾ തകർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വേദിയിൽ വെച്ച് തുഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുകയാണ്. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പെരുമ്പാവൂരിൻ്റെ സവിശേഷമായ സാഹചര്യം, അതിനനുസരിച്ച് കൂടുതൽ ശക്തി, പോലീസിന് ശക്തി ഉണ്ടാകും, കൂടുതൽ ആളുകൾ പോലീസുകാരുണ്ടാകും ഈ വേദിയിൽ. അതുകൊണ്ടാണ് DGP അടക്കം, DIG അടക്കം, SP അടക്കം മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ലഹരി കടത്തുന്ന ട്രെയിനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇത് വരുന്ന എവിടെ നിന്നാണ്? ആകാശത്തു കൂടെ വരുന്നു, കടലിലൂടെ വരുന്നു, കരയിലൂടെ വരുന്നു. പുതിയ മാർഗങ്ങളാണ്. ഇപ്പം റെയിൽവേയിൽ നമ്മൾ പരിശോധന ശക്തമാക്കിയപ്പോൾ ഡ്രോപ്പിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരാൾ ചെന്ന് ഇത് ഇട്ടുകൊടുക്കുകയാണ്. അവിടെ ആളുണ്ടാവും, അയാൾ കൊണ്ടുപോകും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാനുള്ള പ്രത്യേക സംവിധാനം റെയിൽവേ പോലീസും കേരള പോലീസും ചേർന്ന് നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എയർപോർട്ടിൽ വരുന്നവർ, അതുപോലെയാണ് കപ്പലിൽ വരുന്നവർ, കടലിൽ വരുന്നവർ അവരെല്ലാം ഈ ലഹരി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. 5 സ്റ്റാർ ഹോട്ടലുകൾ, സിനിമാ രംഗത്ത്
ഇതുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു കാരവാനും ഈ ലഹരി ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പെരുമ്പാവൂരിലെ മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ദയവായി നിങ്ങൾ ഇതിനോട് സഹകരിക്കണം. പോലീസ് നിങ്ങളുടെ കാവലാളാണ്. കേരളത്തിൻ്റെ കാവലാളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. നിങ്ങളവരെ സഹായിക്കണം, സഹകരിക്കണം. ഈ വലിയ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണം. ഇന്ന് പെരുമ്പാവൂരിൻ്റെ കാര്യത്തിൽ പോലീസ് സേന കഴിഞ്ഞ ഒരു മാസമായി ഒരു കൊടുങ്കാറ്റായി തൂക്കിയടിക്കുകയാണ്. സാഹസ്യവും കഠിനവുമായ പെരുമ്പാവൂർ സേവനം ചെയ്യുന്ന പോലീസ് സേനയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. നമുക്കൊരു ഉഗ്രം കയ്യടി DGPക്ക് നൽകാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഈ ശക്തമായ പോരാട്ടം. ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ ലഹരി മാഫിയയെ പരിപൂർണമായി അടിച്ച് തകർക്കാനുള്ള നീക്കവുമായിട്ടാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത്. പെരുമ്പാവൂരിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നു, MLAക്ക് നന്ദി പറയുന്നു, MP ക്ക് നന്ദി പറയുന്നു, മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടും, നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. നമ്മുടെ ജീവിതം പുകച്ചു കളയാനുള്ളതല്ല, ജീവിതമാണ് ലഹരി. ജീവിതം ജീവിച്ചു തീരാനുള്ളതാണ്, പുകച്ചു കളയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.